أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا وناديناه من جانب الطور الأيمن وقربناه نجيا ووهبنا له من رحمتنا أخاه هارون نبيا واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا واذكر في الكتاب إدريس إنه كان صديقا نبيا ورفعناه مكانا عليا أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا وخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. ഏതാനും ചില പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് ഇവിടെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പ്രതിപാദിക്കുന്നത്. വദ്കുർ ഫിൽ കിതാബി മൂസ, നബിയെ തങ്ങൾ പരിശുദ്ധമായ ഈ ഗ്രന്ഥത്തിലൂടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഓർക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ, മനുഷ്യരിൽ ഏറെ പ്രമുഖരായ അമ്പിയാക്കൾ, ആ അമ്പിയാഇന്റെ വിശ്വാസിയുടെ ഉത്തമമായ സ്വഭാവങ്ങൾ അടങ്ങിയവരായിരിക്കും അവർ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഖുർആൻ പറയുന്നു, ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, റസൂലുമാണ്, നബിയുമാണ്. അവിടെ മുഖ്ലസൻ എന്ന് പറയുമ്പോൾ രണ്ട് നിലക്ക് അവിടെ ഖിറാഅത്തുണ്ട്. മുഖ്ലസൻ എന്നും മുഖ്ലിസൻ എന്നും ഖിറാഅത്തുണ്ട്. ഫത്ഹ് കൊണ്ടും കസ്ർ കൊണ്ടും ഓതുന്നുണ്ട്. നമ്മൾ ഫത്ഹ് കൊണ്ട് ഓതിയാൽ മതി. മുഖ്ലിസൻ മുഖ്ലിസൻ എന്ന് പറയുമ്പോൾ നിഷ്കളങ്കനായ, വളരെ ആത്മാർത്ഥതയുള്ള ഒരാളായിരുന്നു സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കളങ്കമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നു എന്നതാണ്. ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന ഏറ്റവും വലിയ ഇബാദത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് കളങ്കമില്ലാത്ത ഹൃദയം എന്നുള്ളതാണ്. മനുഷ്യൻ ബ്ലാങ്ക് സ്ലൈറ്റ് പോലെ, ജന്മസിദ്ധമായ മനുഷ്യന്റെ അവസ്ഥ പോലെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നതാണ് 15 വയസ്സിന് ശേഷം മനുഷ്യൻ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഇബാദത്ത്. ആ വിശേഷണത്തിന് അർഹതയുള്ള ആളായിരുന്നു സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം സ്വർഗത്തിലായിരുന്നു. പിന്നീട് ഒരു പരീക്ഷണാർത്ഥം ഭൂമിയിലേക്ക് അല്ലാഹു കൊണ്ടുവന്നു. ഈ ഒരു അവസ്ഥ ഓരോ മനുഷ്യനിലും ഉണ്ട്. എങ്ങനെ 15 വയസ്സ് വരെ ഒരു മനുഷ്യൻ സ്വർഗത്തിലാണ്, 15 വയസ്സിന് ശേഷം ഒരു മനുഷ്യൻ പരീക്ഷണ ഘട്ടത്തിലാണ്, ലോകത്താണ്. ഒന്നുകൂടി പറഞ്ഞാൽ 15 വയസ്സിന്റെ മുമ്പ് ഒരാൾ മരിച്ചാൽ അയാൾ സ്വർഗം ഉറപ്പുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് പിന്നെ നരകത്തെ ചിന്തിക്കേണ്ടതില്ല, കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിലും ശരി. അതാണ് പറഞ്ഞത്. 15 വയസ്സിന് മുമ്പിൽ ഒരു കുട്ടി കള്ളു കുടിക്കാൻ പോണ്ട. അതാണ് 15 വയസ്സിന്റെ മുമ്പ് ഒരു കുട്ടി കള്ളു കുടിച്ചാലും എന്ത് ചെയ്താലും അവനക്ക് എന്തില്ല, കുറ്റല്ല. സ്വർഗത്തിലാണ്, അവനെ സംരക്ഷണം പേടിക്കണ്ട. ഏതുപോലെ സ്വർഗത്തിൽ ചെന്നാൽ കള്ളുണ്ട്, എല്ലാം ഉണ്ട് എന്നതുപോലെ.
അപ്പൊ നമ്മളുടെ നമ്മളുടെ ആദ്യ പിതാവാവുന്ന ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ ആ ഒരു അള്ളാഹു ഓരോ മനുഷ്യരിലും വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്വർഗമാണ് 15ന്റെ മുമ്പുള്ള കാലം. എന്നാൽ 15 കഴിഞ്ഞാൽ പിന്നെ ആദം നബി ഭൂമിക്ക് ഇറങ്ങിയതുപോലെ പരീക്ഷണ ഘട്ടത്തിലേക്കാണ്. പിന്നെ പരീക്ഷണ ഘട്ടമാണ്, പിന്നെ നിയമങ്ങളാണ്, പിന്നെ എങ്ങനെ അവൻ ജീവിക്കുന്നു, എന്തൊക്കെയാണ് അവന്റെ ജീവിതത്തിന്റെ നിയമങ്ങൾ എന്നത് അവനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അപ്പോ അതിൽ നിന്ന് ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു അമലിനെ സംബന്ധിച്ച്, ഒരു ഇബാദത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ക്വാളിറ്റിയെ സംബന്ധിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പരിചയപ്പെടുത്തുന്നു, ഇന്നഹു കാന മുഖ്ലിസാ, നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു എന്നതാണ്. റസൂലുമായിരുന്നു, നബിയുമായിരുന്നു. റസൂലും നബിയും രണ്ട് തസ്തികയാണ്. റസൂലും നബി എന്താണ്? രണ്ട് തസ്തികയാണ്. നബിയും മുർസലും, റസൂലും മുർസൽ രണ്ടുപേരെ വാക്കാണ്. റസൂൽ എന്ന് പറയുമ്പോൾ ഒരു വഹി ഇറങ്ങുകയും ആ ഇറക്കപ്പെട്ട വഹിയിനെ പ്രബോധനം ചെയ്യൽ അല്ലാഹു നിർബന്ധമായ ബാധ്യതയായി ഏൽപ്പിക്കപ്പെട്ട ആൾക്കാണ് റസൂൽ എന്ന് പറയുന്നത്. നബി അങ്ങനെയല്ല. നബിക്ക് പ്രബോധനം ചെയ്യൽ നിർബന്ധമല്ല. ഉമിറ ബി തബ്ലീഗിഹി, തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആളാണെങ്കിൽ, എന്നുവെച്ചാൽ അത് പ്രബോധനം ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമാണ്. അவ்விதത്തിൽ അല്ലാഹു പ്രത്യേകമായി ഉത്തരവാദിത്വം പാലിച്ച ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് റസൂൽ എന്ന് പറയാം. മൂസാ നബി അലൈഹി സ്വലാം എല്ലാ റസൂലും നബിയായിരിക്കും, എല്ലാ റസൂലും നബിയായിരിക്കും. പക്ഷെ എല്ലാ നബിയും എന്തായിക്കൊള്ളണമെന്നില്ല, റസൂലായിക്കൊള്ളണമെന്നില്ല. മൂസാ നബിക്ക് ഇത് രണ്ടുണ്ട്. അപ്പൊ കാര്യപ്പെട്ട ഈജിപ്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൂർ സീനാ പർവ്വതത്തിന്റെ വലതു ഭാഗത്ത് നിന്ന് നാം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് വിളിച്ച് സംസാരിച്ചു. വഖറബ്നാഹു നജിയ്യാ, നേരിട്ട് ഒരു മധ്യവർത്തി ഇല്ലാതെ അല്ലാഹു ഭൂമിയിൽ വെച്ച് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുത്തു. സംസാരിച്ചു. കലീമുല്ലാഹി മൂസ എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുന്നത്. കലീമുല്ലാഹ്, അല്ലാഹു നേരിട്ട് സംസാരിച്ച ആള്. അത് നമ്മുടെ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു പ്രവാചകന്റെ ഗുണഗണങ്ങൾ ഖുർആനിൽ പറഞ്ഞാലും അതിന്റെ അപ്പുറത്തുള്ളത് നബിനെ കൊണ്ടുണ്ടായിട്ടുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യത്തിൽ ഒരു പ്രവാചകനെ കാട്ടും താഴാൻ പറ്റില്ല. പിന്നെ മൂസാ നബിക്ക് ഈ പേര് പ്രത്യേകം കിട്ടിയ എന്തുകൊണ്ടാണ്? മൂപ്പരിക്ക് ആ പേര് മൂപ്പരിക്ക് ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ആർക്കില്ല, മൂസാ നബി ഇസ്ലാമിനിക്കില്ല. അപ്പൊ ഉള്ള പ്രത്യേകത ഏതാണ്? ഇതാണ്. അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതാണ്, എടുത്തു പറഞ്ഞതാണ്. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഈജിപ്തിലേക്കുള്ള യാത്രന്റെ മധ്യത്തിൽ തൂർ സീനാ പർവ്വതത്തിന്റെ വലതുഭാഗത്ത് നിന്ന് മൂസാ നബിയോട് അല്ലാഹു വിളിച്ച് സംസാരിച്ചു. വഖറബ്നാഹു നജിയ്യാ, ത്വാഹ സൂറത്തിലാണ് ഇത് വിശദമായി പറയുന്നത്. ഇവിടെ ഇങ്ങനെ ബ്രീഫായിട്ട് പോകുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സ്വകാര്യ സംഭാഷണത്തിന് അർഹത കൊടുത്തവനായി അല്ലാഹു പ്രത്യേകം പഠിപ്പിച്ചു. ഖറബ്നാ, കുർബ് കൊടുത്തു എന്നാണ്. അള്ളാഹുവിനോടുള്ള പ്രത്യേകമായ ഒരു ആത്മീയവും ഭൗതികവുമായ ഒരു അടുപ്പം കൊടുത്തു എന്നതാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് അടുക്കുക, അകലുക എന്നൊക്കെയുള്ള സംവിധാനങ്ങളാണ്. അതാണല്ലോ മൂസാ നബിനെ ഞാൻ അടുപ്പിച്ചു എന്ന് പറഞ്ഞത്. മൂസാ നബിനെ അടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ മൂസാ നബിന്റെ അത്ര മറ്റുള്ളവരെ അടുപ്പിച്ചിട്ടില്ല എന്നാണല്ലോ. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് അടുക്കുക, അകലുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്.
പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് റിസാലത്ത് കിട്ടിയ സമയത്ത് സയ്യിദനാ മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവോട് ആവശ്യപ്പെട്ടിരുന്നു, എന്റെ സഹോദരൻ ഹാറൂനിനെയും എനിക്ക് സഹായിയായിട്ട് അല്ലാഹുവേ നീ ഏൽപ്പിച്ചു തരണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു ഹാറൂനിനെ നബിയാക്കി. ഹാറൂൻ റസൂലല്ല, ഹാറൂൻ നബിയാ. എന്തിനാ? നമുക്കറിയാലോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിരുന്നു? നാവിന് ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. വലിയ പ്രഭാഷകനല്ല, അല്ല പണ്ഡിതനാണ്, പക്ഷെ പ്രഭാഷകനല്ല. നാവിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതല്ലേ റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഖുർആനിൽ പറഞ്ഞില്ലേ, മൂസാ നബി പറഞ്ഞതാണ്, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിനൊരു കെട്ടുണ്ട്, ആ കെട്ടൊന്ന് അഴിച്ചു തരണം റബ്ബേ എന്ന് മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇത് നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കണം. ഭൗതികമായ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരു പ്രവാചകനെ സംബന്ധിച്ച് പിന്നെ കുറവുകളുണ്ട് എന്നത് പ്രവാചകത്വത്തെ ബാധിക്കുന്ന ന്യൂനതയല്ല. അത് പ്രവാചകത്തെ ബാധിക്കും. ആത്മീയമായ കാര്യങ്ങളിൽ കുറവ് വരുന്നതാണ് പ്രവാചകന്മാരുടെ കുറവ്. ഭൗതികമായ ഇത്രയും കാര്യങ്ങൾ വൈകല്യങ്ങൾ ഉണ്ടാവുക, ഭൗതികമായ വൈകല്യം, അല്ലെങ്കിൽ ഒരു 4 ദിവസം പരിക്കുക, വയറിളക്കം പിടിക്കുക, അതൊന്നും പ്രവാചകത്വത്തിന് എന്തല്ല ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമേ പറഞ്ഞു, അല്ലാഹുവേ ഇത്ര വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചാൽ അതൊരു സമുദായത്തിലേക്ക് പ്രബോധനം ചെയ്യാൻ എനിക്ക് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് സഹായിയായി എന്റെ സഹോദരൻ ഹാറൂനെ ഏൽപ്പിച്ചു തരണം റബ്ബേ. എന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി കൊണ്ട് മൂസാ നബിക്ക് ഞാൻ വെറുതെ കൊടുത്തു. ആരെ കൊടുത്തു? ഹാറൂന നബിയ, മൂസാ നബിയുടെ സഹോദരൻ ഹാറൂന നബിയായി കൊടുത്തു. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ, പരിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ പവിത്രമായ വചനങ്ങളിലൂടെ നബിയെ ഇസ്മാഈൽ നബി അലൈഹി സ്വലാമിനെ ഓർക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കേട്ടാൽ തന്നെ നമുക്കറിയാലോ, ദബീഹു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറക്കാൻ പിടിച്ച മകനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്, ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം അതൊക്കെ സമ്മതിച്ചു. അങ്ങനെ അറക്കാനുള്ള സമയത്തും അത് സമ്മതിച്ചു എന്നാണ് നമ്മൾ കണ്ടല്ലോ. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന ആളായിരുന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സ്വഭാവം പറഞ്ഞപ്പെടുത്തു പറയാം. ഇതൊക്കെ എന്താണ്? ഇസ്മായിൽ നബിക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയാനല്ല ഖുർആൻ ഈ പറയുന്നത്. നമ്മൾ അങ്ങനെ ആവണം എന്നുള്ളതിനാണ് ഈ ഖുർആൻ പറയുന്നത്. ഇസ്മായിൽ നബി അങ്ങനെ ആയിരുന്നു എന്നത് കേട്ടിട്ട് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയത് ആലോചിച്ചിട്ട് നമ്മൾ കാര്യമില്ലല്ലോ. ഈ അടിസ്ഥാനപരമായ ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിക്കണമെങ്കിൽ ലേശം പണി. അതാണ് ഈ ഖുർആൻ പറയുന്നത്. ഖുർആൻ എന്തൊരു സാധനം പറഞ്ഞാലും അത് നേരിട്ട് അങ്ങോട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ലേശം കഴിയുന്നുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇന്നഹു കാന സാദിഖുൽ വഅദ്, പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണ്. ഇപ്പൊ ഈ ന്യൂ ജനറേഷനിൽ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ, എഴുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എഗ്രിമെന്റിന് വലിയ, എഴുത്തിന് വലിയ വില നമ്മുടെ നാട്ടിൽ വന്നത്. എന്തുകൊണ്ടാ? ആൾക്കാരൊക്കെ നാവ് മോശമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എഴുത്തിന്റെ ആവശ്യമില്ലല്ലോ, പറഞ്ഞ വാക്കന്നെ പോരെ. ഇപ്പൊ എന്താ, പറഞ്ഞ വാക്കിന് വിലയില്ല, അതുകൊണ്ടാണ് കുറിയണീന്റെ മുമ്പ് ഒപ്പിടുകയറി. അതെന്താ കാര്യം? ഓനെ 1-2 അടി അപ്പുറത്ത് വെച്ചാൽ പറയാ, ഞാനതെ ഒന്നും ആലോചിക്കട്ടെ, അങ്ങനെ എങ്ങനെയെന്ന് പറയും. അതാണ് അതിന് ആൾക്കാർ ന്യായം പറയുന്നത്, വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ. കാരണം വാക്ക് മാറ്റാൻ വലിയ പണിയില്ലല്ലോ, നാവ് കൊണ്ടാൽ തിരിച്ചാൽ മതിയല്ലോ. അതാണ് സംഭവം. എന്നാൽ മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഗുണം സാദിഖുൽ വഅദ്. അവനൊരു വാക്ക് പറഞ്ഞു പോയോ, അവന്റെ നാവിൽ നിന്ന് അവൻ ഒരു കരാർ ചെയ്തോ, പിന്നെ തല പോയാലും ശരി അതിൽ നിന്ന് മാറൂല. സയ്യിദനാ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. കാരണം എന്താ, ഒരു മനുഷ്യന്റെ വാക്ക് മാറുകയാണെങ്കിൽ മാറേണ്ട ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലാഹു ജീവിതത്തിൽ കൊടുത്തത് ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനാണ്. എന്താ കാര്യം?
കൗത്തിൽ കത്തിയക്കാനല്ലേ വെച്ച് കഴിഞ്ഞ അയക്കുമ്പേല് വാക്ക് മാറുന്ന സമയം വരെ വേറെന്താ 10 റുപ്യ ഫോൺ കൊടുത്താണ് നമ്മൾ വാക്ക് മാറാൻ നോക്കുന്നത്. അതിനേക്കാൾ വലിയ ഘട്ടമാണ് കൗത്തിൽ കത്തിയക്കുക. അപ്പോഴും ഇബ്രാഹിം നബിയോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? അർത്തുളി അങ്ങോട്ട് അല്ല പറഞ്ഞതല്ലേ, അങ്ങോട്ട് അർക്കട്ടെ, കുഴപ്പമില്ല. ഇന്നഹു കാന സ്വാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യ. ഇസ്മായിൽ റസൂലുമാണ്, നബിയുമാണ്. ഇസ്മായിൽ അതങ്ങനെയാണ്. മൂസാ നബിയുടെ മാതിരി റസൂലുമാണ്, നബിയുമാണ്, ഉന്നതമായ പദവിയാണ്. വകാന യഅ്മുറു അഹ്ലഹു. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുടുംബത്തോട് കൽപ്പിക്കാറുണ്ടായിരുന്നു ബിസ്വലാത്തി വസ്സകാത്തി. നിസ്കരിക്കണം, സകാത്ത് കൊടുക്കണം, ഇത് രണ്ടും ചെയ്യണമെന്ന് തന്റെ കുടുംബത്തോട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൽപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റബ്ബിന്റെ അടുത്ത് എല്ലാ തൃപ്തിയും നേടിയ ഒരു അടിമയാണ്. ഖുർആൻ അല്ലാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് ഖുർആൻ എടുത്തു വെക്കുകയാണ്. അല്ലാഹുവിന്റെ റിള, അല്ലാഹുവിന്റെ തൃപ്തി അത് ലഭ്യമായ മറ്റേ പറയണ്ടല്ലോ. നിസ്കാരം സകാത്തും കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചുകൊണ്ടേയിരിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇടക്കിടക്കൊക്കെ കൽപ്പിക്കാറുണ്ടായിരുന്നു. നിസ്കാരത്തിന്റെ ഗൗരവമാണ് പറയുന്നത്. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ്. പരിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ നബിയെ തങ്ങൾ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഓർക്കുകയും പറയുകയും ചെയ്യുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. അദ്ദേഹം സത്യസന്ധനായിരുന്നു. സിദ്ദീഖ് എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയാ, ഒരു ചെറിയ നിലയ്ക്കുള്ള സത്യസന്ധൻ എന്നുള്ളതല്ല, വല്ലാതെ ഭയങ്കര സത്യസന്ധൻ. എല്ലാ നിലക്കും സത്യസന്ധനായിരുന്നു, നബിയുമായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ശീസ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. വറഫഅനാഹു മകാനൻ അലിയ്യ. ഇദ്രീസ് നബിയെ ഞാൻ ഉന്നതമായ ഒരു സ്ഥലത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട മറ്റൊരു പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. മിഅ്റാജിന്റെ രാവ് റജബിന്റെ 27-ന് ആകാശ യാത്ര നടന്ന പ്രവാചകരുടെ യാത്രയിൽ 4ാമത്തെ ആകാശത്തിൽ വെച്ച് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട് എന്നാണ്. ഉന്നതമായ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ ഞാൻ ഉയർത്തിക്കൊണ്ടുപോയി. ഈ പറഞ്ഞ പ്രവാചകന്മാർ മുഴുവനുമുണ്ടല്ലോ, അല്ലാഹു അവസാനിപ്പിക്കുകയാണ്. അല്ലദീന, അവർ ഒരു കൂട്ടരാണ്. എങ്ങനത്തെവരാണെന്നറിയുമോ? അൻഅമല്ലാഹു അലൈഹിം, അവർക്ക് അല്ലാഹു വലിയ അനുഗ്രഹം കൊടുത്തിരിക്കുന്നു. അല്ലാഹു നിഅമത്ത് നൽകി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എനിക്ക് അല്ലാഹു വലിയ നിഅമത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുറെ സമ്പത്ത് തന്നതിനെ സംബന്ധിച്ചും കുറെ നിഅമത്ത് തന്നെയാണ്, നിഅമത്തല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു അല്ലാഹു നിഅമത്ത് കൊടുത്തവർ എന്ന് പറഞ്ഞാൽ അത് ഉഖ്റവിയായ നിഅമത്തുകളെ സംബന്ധിച്ചാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ഈ കഴിഞ്ഞ ഈ തൊട്ട് മുമ്പ് പറഞ്ഞ ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു കൊടുത്ത സൽസ്വഭാവത്തിന്റെയും ആത്മീയമായ പദവിയുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു ഒരു വലിയ ഒരു ആത്മാഭിമാനത്തോടെ അല്ലാഹു പറയുകയാണ്, ഈ കൂട്ടരുണ്ടല്ലോ അവർക്ക് ഞാൻ അനുഗ്രഹം ചെയ്ത പ്രത്യേക വിഭാഗക്കാരാണ്. അല്ലാഹുവിന്റെ നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് അത് ആത്മീയമായ നിഅമത്താണ്, അത് ആത്മീയമായ വളർച്ചയാണ്. അവന്റെ ആത്മീയമായ ഔന്നിത്യത്തിന് ഉതകുന്നതായ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ സമ്മേളിക്കലാണ്. അല്ലാഹു ഭൂമിയിൽ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് അതാണ്. അവർ ആരാണെന്നറിയുമോ? മിൻ ദുർരിയ്യത്തി ആദമ, ആദമിന്റെ സന്താനങ്ങളാൽ. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. തൊട്ട് മുമ്പ് അവരെയാണ് പറഞ്ഞിട്ടുള്ളത്. വമിമ്മൻ ഹമൽനാ മഅനൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിൽ ഞാൻ കയറ്റിയവർ സയ്യിദനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമിൻ ദുർരിയ്യത്തി ഇബ്രാഹിം,
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിന്റെ സന്താനങ്ങൾ. ഇസ്രായേൽ എന്നത് യാക്കൂബ് നബിയുടെ പേരായിരുന്നു എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞതിന്റെ വാക്കർത്ഥം അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമ എന്നാണ് ആ ഭാഷയിൽ അതിന്റെ അർത്ഥമുള്ളത്. ഇബ്രൂ ഭാഷയിൽ അതിന്റെ അർത്ഥമുള്ളത്. ആ ഇസ്രായേൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് യാക്കൂബ് നബിയെയാണ്. യാക്കൂബ് നബിയുടെ സന്താനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂസാ നബിയെയാണ്, സക്കരിയ നബിയെയാണ്, യഹ്യാ നബിയെയാണ്, ഈസാ നബിയെയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. വമിമ്മൻ ഹദൈനാ വജ്തബൈനാ, അങ്ങനെ ഞാൻ ഹിദായത്ത് കൊടുത്ത, ഞാൻ തിരഞ്ഞെടുത്ത, ആത്മീയമായ ഔന്നിത്യം ഞാൻ നൽകിയവർ അവരെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരാണ്. ഇനി അവരുടെ സ്വഭാവം പറയുന്നു. ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാൻ, റഹ്മാനായ തമ്പുരാന്റെ ആയത്തുകളെ അവരോട് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഖറൂ, അവർ നിലത്ത് വീഴുന്നു, സുജ്ജദം വബുകിയാ, അവർ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. കണ്ടാ, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ നിലത്തെ സുജൂദിൽ കരഞ്ഞു വീഴും എന്നാണ്. സുജൂദിൽ വീഴുക, ആ സുജൂദിൽ കരയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു അടിമ അല്ലാഹുവോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ എന്തെങ്കിലും പ്രത്യേകത? ഈ ആയത്തിന്റെ അവിടെ എന്താണ്? അത് തിലാവത്തിന്റെ സുജൂദുള്ള ആയത്താണ്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് ചൊല്ലിക്കൊണ്ടൊരു മനുഷ്യൻ നെറ്റിത്തടം മണ്ണിൽ വെക്കേണ്ടുന്ന സമയമാണ് തിലാവത്തിന്റെ സുജൂദ്. ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിലാവത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഒരു സുജൂദും പിന്നെ ആ സുജൂദ് എണീറ്റിരുന്ന് സലാം. ഒരു സുജൂദല്ലോ, തിലാവത്തിന്റെ സുജൂദ് ഒന്നുള്ളൂ, രണ്ടെണ്ണല്ല. നമസ്കാരത്തിൽ രണ്ട് സുജൂദ് ഉണ്ട്, പക്ഷെ തിലാവത്തിന്റെ സുജൂദ് ഒന്ന് മതി. പിന്നെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോ നമ്മളിപ്പോ ഇരുന്നിങ്ങനെ ഓടുകയാണെങ്കിൽ അവിടെ നീച്ചെങ്കിലും പ്രത്യേക സുന്നത്തൊന്നുമില്ല. അങ്ങനെ സംശയം നിസ്കാരത്തിലെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടൽ നിന്നിട്ടാണ്. അപ്പൊ നമുക്ക് ഈ സുജൂദ് ചെയ്യാൻ വേണ്ടി നിന്നിട്ട് തക്ബീറത്ത് കെട്ടണമെന്നുള്ള തോന്നൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു നിക്കണമെന്നില്ല, നിൽക്കൽ പ്രത്യേക സുന്നത്തൊന്നുമില്ല. നിന്ന് വെച്ച് തെറ്റില്ല, നിന്ന് വെച്ച് തെറ്റൊന്നുമില്ല. അപ്പൊ നമ്മളെ ഇരുന്നിട്ടാ ഓതാൻ വെച്ചാൽ ഇരുന്നോട്ടിട്ടാണ് സുജൂദ് ചെയ്താൽ മതി. തക്ബീർ നിയ്യത്ത് വെക്കുക, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. നിൽക്കാൻ കഴിയണമെങ്കിൽ നിൽക്കുക എന്നത് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ഇവിടെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് വേണമെന്നില്ല, പ്രത്യേകം നീക്കണം. എന്നിട്ടോ സുജൂദില് സാധാരണ നിസ്കാരത്തിൽ ചൊല്ലിയാലും മതി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ചൊല്ലിയാലും മതി. അല്ലെങ്കിൽ സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സജദ വജ്ഹിയ, ഞാൻ സുജൂദ് ചെയ്തു, എന്റെ മുഖം സുജൂദ് ചെയ്തു എന്നാണ് അവിടെ വാക്കർത്തുള്ളത്. പക്ഷെ ആ മുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തെ മുഴുവനും. അതൊരു അറബി സാഹിത്യത്തിന്റെ ഒരു ഭാഗമാണ്. മുഖം എന്നതുകൊണ്ട് ശരീരം മുഴുവനും എന്താണ് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ലേ? അതാണ് നമ്മൾ പറയില്ലേ, ഓന്റെ മുഖത്തൊരു ഉണർച്ചല്ല എന്ന് പറയുന്ന അർത്ഥം ഓന്റെ മുഖത്തിന് മാത്രം ഉണർച്ചയല്ല, കയ്യിന് കാലിലും ഉണർച്ച ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെ പറയില്ലേ? അല്ലെങ്കിൽ ഓന്റെ മുഖത്തൊരു തെളിച്ചല്ല എന്ന് പറയുന്ന അർത്ഥം. അങ്ങനെ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓന്റെ മുഖത്തിന് മാത്രം തെളിച്ചല്ല, ഓന്റെ നെഞ്ചും കയ്യും കാലക്കാലോ അല്ല, ആള് പൊതുവിൽ ക്ഷീണിതനാണ്, അല്ലെങ്കിൽ മൈൻഡ് ചെയ്തില്ല, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ മുഖം എന്നതിനെ ഞാൻ ഓർമ്മറ്റൊരു ഉദാഹരണം പറയാം. ഈ മുഖം എന്നതിനെ ശരീരം മൊത്തം, ആ വ്യക്തി മൊത്തം എന്ന ഉദ്ദേശത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ ഉപയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെവിടെ?
ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വജ്ഹതുലുണ്ടല്ലോ വജ്ഹതു വജ്ഹിയ എന്റെ മുഖത്തെ ഞാൻ മുന്നിടിച്ചു ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഈ ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച് ഈ രൂപത്തിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ആ ശക്തിയിലേക്ക് ഞാൻ എന്റെ മുഖത്തെ മുന്നിടിച്ചു. സത്യത്തിൽ നിസ്കരിക്കുമ്പോൾ മുഖമല്ല മുന്നിടിക്കേണ്ടത്, നെഞ്ച മുന്നിടിക്കേണ്ടത്, മുഖം മുന്നിടിക്കൽ നിർബന്ധമൊന്നുമില്ല. ഒരാൾ ഇങ്ങനെ ഇരുന്ന് കണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നിസ്കാരം ശരിയോ, പക്ഷെ ചേലില്ല. മനസ്സിലായില്ലേ? ആൾക്കാരെന്താ വിചാരിക്കുക? പക്ഷെ നിസ്കാരം പാടില്ലാവൂല, അതിലാവോ? ഇല്ല. പക്ഷെ പറഞ്ഞതെന്താ? എന്റെ മുഖം ഞാൻ മുന്നിടിപ്പിച്ചു എന്നാ പറഞ്ഞത്. അവിടെ മുഖം നല്ല ഉദ്ദേശിക്കുന്നത് ശരീരം മുന്നിടിപ്പിച്ചു. ഞാനത് ലേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടില്ല, അതിനുവേണ്ടി പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആയില്ല. മുഖം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്റെ ശരീരം മുന്നിടിപ്പിച്ചു. നിസ്കാരത്തിന് മുന്നിട്ട് നിർബന്ധമുള്ളത് നമ്മുടെ നെഞ്ചാണ്. നമ്മൾ ഇത് തെറ്റാൻ പാടില്ല. ഇത് ഖിബിലിന്റെ ഡയറക്ഷൻ പോയി കഴിഞ്ഞാൽ നിസ്കാരം പാടില്ല. ഇത് പോകാൻ പറ്റില്ല, നെഞ്ഞു പോകാൻ പറ്റില്ല. അതേസമയത്ത് കൗത്ത് അത് നിസ്കാരം പാടില്ല. നിസ്കാരം പാടില്ല. അതാ പക്ഷെ പറഞ്ഞതെന്താ? ഞാൻ എന്റെ മുഖം മുന്നിടിപ്പിച്ചു. അപ്പൊ അത് മുഖമല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരം മൊത്തം. ശരീരം മൊത്തം ഞാൻ നിന്നിലേക്ക് മുന്നിട്ടു എന്നുള്ളതാണ്. അതന്നെയാണ് ഇവിടെയും. എന്താ പറഞ്ഞത്? സജ്ജദ വജ്ഹിയ, ഞാൻ സുജൂദ് ചെയ്തു ലില്ലദീ ഒരു ശക്തിക്ക്. എങ്ങനത്തെ ശക്തിയാണ്? ഖലഖഹു, അവനാണ് ആ ശരീരത്തിനെ പടച്ചത്. വസവ്വറഹു, അതിനെ ശരിയായ രൂപത്തിൽ ആക്കിയെടുത്തതും അവനാണ്. ഇങ്ങനെ ഒരു ചുരുക്കുള്ള രൂപത്തിൽ നമ്മൾ ആക്കിയത് അല്ലാഹുവേ നീയാ. പ്രത്യേകം രണ്ട് കാര്യം എടുത്തു പറയുകയാണ്. കേൾവിയെ കീറിയിട്ട് ഈ ചെവിക്കൊരു ദ്വാരമുണ്ടാക്കിയിട്ട് പറയുന്നതെല്ലാം കേൾക്കാനുള്ള കഴിവ് നൽകി. എന്റെ കണ്ണും ഇങ്ങനെ ഒരു തൊലി പൊട്ടിച്ചിങ്ങാണ്ട് ഒരു ചെറിയ സാധനം ഇവിടെ തുറന്നു വെച്ചു. അത് അല്ലാഹുവേ നിന്റെ അപാരമായ ശക്തി കൊണ്ടാണ്. ഞാൻ ഒന്നും അങ്ങോട്ട് തന്നിട്ടല്ല, നിന്റെ ശക്തി കൊണ്ട് നീ ഇത് രണ്ടും എനിക്ക് തന്നിരിക്കുന്നു. പ്രത്യേകം ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നിർമ്മാതാക്കൾ സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും അഴകായി സൃഷ്ടിക്കാൻ കഴിവുള്ള അല്ലാഹുവേ നീ വല്ലാത്ത മഹത്വം, അനുഗ്രഹീതൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ ആയത്തുകൾ കേട്ടപ്പോ ഖറൂ ലഹു സുജ്ജദൻ വബുകിയ, അല്ലാഹുവിനോടുള്ള ഈമാൻ ഒരു മനുഷ്യന്റെ മനസ്സിൽ തളം കെട്ടി നിൽക്കുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അവന് വേണ്ടി സുജൂദിലേക്ക് വീഴുമ്പോൾ അവന്റെ കണ്ണ് ഈറനണയുക എന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണമായി, അത് ഉത്തമമായ സ്വഭാവമായി പരിശുദ്ധമായ ഖുർആൻ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കഥയെങ്കിലും അവർ വാർത്തെടുത്ത ഒരു സമുദായവും സ്വാലിഹീങ്ങളും ഉണ്ടായിരുന്നു. അമ്പിയാക്കൾ ജീവിക്കുമ്പോ അവർ വാർത്തെടുത്ത അവരെ കൂടെയുള്ള ഉത്തമരായ മനുഷ്യരുണ്ടാകും. പക്ഷേ അവരെല്ലാം മൺമറഞ്ഞു പോകും, അവരെല്ലാം ലോകത്തുനിന്ന് മൺമറഞ്ഞു പോകും. അങ്ങനെ മൺമറഞ്ഞു പോയതിനു ശേഷം അവർക്ക് ശേഷം പിൻഗാമികൾ വരും. അവരെ സ്വഭാവമോ അവർ നിസ്കാരത്തെ പാഴാക്കി തോന്നിയതുപോലെ ജീവിച്ചു. പിന്നെ നിയമങ്ങളില്ല. അത് നിങ്ങൾ ശരിക്കും ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒരു സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ നാട്ടിൽ ഒരു സ്വലാഹിയത്ത് നിലനിൽക്കും. അവിടെ കുറെ ആൾക്കാർ നല്ലവരുണ്ടാവും, അല്ലെങ്കിൽ വൃത്തികേട് ചെയ്യുന്നവർ സ്വകാര്യമായിട്ട് ചെയ്യുള്ളൂ, പരസ്യം ചെയ്യാൻ അവർ പഠിക്കും. അതിന്റെ അർത്ഥം ആ നാട്ടിൽ ഒരു സ്വാലിഹുണ്ട്, ആ നാട്ടിൽ നല്ല മനുഷ്യനുണ്ട്. അതല്ലേ മഹാരഥന്മാർ പറഞ്ഞല്ലോ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ 1000 പുസ്തകം ഒരാൾ വായിക്കുന്നതിനേക്കാൾ നല്ലത് 1000 പുസ്തകം വായിച്ച ഒരാളുടെ ഉപദേശം കേൾക്കലാണ് എന്ന. നമ്മൾ 1000 പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചു ഒരു തലക്കഥ അങ്ങനെ വായിക്കാൻ തുടങ്ങി. എന്തിനാ? വിവരസ്ഥനാകുമ്പോൾ ജീവിതം അല്ലെങ്കിൽ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനേക്കാൾ നല്ലത് 1000 പുസ്തകം വായിച്ച് തീർത്ത ഒരു നല്ല ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാളോട് പോയിട്ട് അയാളുടെ സജഷൻ ചോദിക്കുക, ഇങ്ങനെ ഒരു കാര്യം ഞാൻ എന്താ ചെയ്യാൻ.
അപ്പൊ അയാൾ പറയുന്നത് ഇങ്ങനെ ചെയ്തോ. ഈ ഇങ്ങനെ ചെയ്തോ എന്ന ഉത്തരത്തിന് 1000 ബുക്ക് വായിക്കുന്നതിനേക്കാൾ നല്ലത് വായിച്ചാളേക്കാൻ ഉപദേശം കേൾക്കലാണ്. എന്നതുപോലെ 1000 ആൾ ഒരാളെ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് 1000 ആളിൽ ഒരാൾ നല്ലവനായി ജീവിച്ചാൽ മതി എന്നാണ്. മനസ്സിലായില്ല? 1000 ആള് ഒരാളെ നന്നാവണം കട്ടണം കട്ടാൻ എങ്ങനെയെന്ന് പറഞ്ഞ് ഉപദേശിക്കുക. പക്ഷെ ഈ 1000 ആളിലും എന്തില്ല, ആ ഉപദേശിക്കാൻ മാത്രമുള്ള ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരൊന്നുമല്ല. ഒരുത്തൻ നിസ്കരിക്കാത്തവനാണെങ്കിൽ ഒരുത്തൻ നിസ്കരിക്കുന്നുണ്ട്, കള്ളുകൊടുക്കുന്നവനാണ്, ഇങ്ങനെയൊക്കെ തകരാറുകളാണ്. ഈ 1000 ആള് പറഞ്ഞപ്പോ അയാൾ കേൾക്കില്ല. അതേ സമയത്ത് നേരെ തിരിച്ചു പിടിച്ചാൽ മതി. 1000 വൃത്തികെട്ട മനുഷ്യന്മാരെ നേരാവാൻ കൂട്ടത്തിൽ ഒരുത്തൻ നേരെ ജീവിച്ചാൽ മതി. അയാൾ വയലു പറയുന്നത് വേണ്ട, അയാൾ എന്തുകൊണ്ട വയലു പറയുന്നത് വേണ്ട, അയാൾ അവിടെ അയാൾ ആ നാട്ടിൽ ജീവിച്ചാൽ മതി. അയാൾ പള്ളിക്ക് റോഡ് കൂടെ പോന്നാ മതി. അയാൾ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോയാൽ മതി. പോകുമ്പോൾ നിസ്കരിക്കാത്തോട് നിസ്കരിക്കാൻ പറയുന്നത് വേണ്ട. അയാൾ അങ്ങനെ കാണുമ്പോൾ തോന്നുന്നു എടാ നമ്മൾ നിസ്കരിച്ചിട്ടില്ലല്ലോ, നിസ്കരിക്കുക. ഇയാൾ പറയണ്ട. അതാണ് ഇൻഫ്ലുവൻസ്, സ്വാധീനം എന്നതാണ്. അതാ ഖുർആൻ പറയുന്നത്. അമ്പിയാക്കൾ ജീവിച്ചിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ പ്രവാചകന്മാരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ വളരെ ആത്മീയ സുന്ദരമായ ഒരു പരിസരത്തെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ ഖുർആൻ പറയുന്നു അവർക്ക് ശേഷം ചില പിൻഗാമികൾ വരികയുണ്ടായി. അല്ലാഹു സലാം അമ്പിയാക്കളുണ്ടായ പരിഷ്കരിച്ച നിസ്കാരത്തെ അവർ വലിച്ചെറിഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകർ പോയതിനു ശേഷം ലോകത്ത് ആദ്യമായി ഉണ്ടായ പുത്തനാചാരം എന്നത് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യമായി പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത് ജമാഅത്ത് നിസ്കാരത്തെ മുസ്ലിം ഉമ്മത്ത് ഒഴിവാക്കി എന്നതാണ്. ആദ്യമായ വിധേയത ഒരു നാട് നശിച്ചതിന്റെ ആദ്യത്തെ കാര്യം അതാണെന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ വെറുതെ പറയില്ല. പിന്നെ അതുണ്ടായ അതിന്റെ പുറകെ പിന്നെ ഖുർആൻ വളച്ചൊടിക്കുന്ന ആൾക്കാരും ഹദീസ് തിരിച്ചൊടിക്കുന്ന ആൾക്കാരും ഒക്കെ വരും. പക്ഷെ അതൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യം വന്നത് മദീനപ്പള്ളിയിലെ ജമാഅത്തിൽ മദീനക്കാർ ഇളവ് വരുത്തി എന്നതാണ്. അപ്പൊ നിസ്കാരത്തെ വെടിഞ്ഞു എന്നതാണ് ഒരു തലമുറ ചെയ്യുന്നതിലെ ഏറ്റവും ഗൗരവതരമായ അപകടം. അത് സംഭവിച്ചാൽ പിന്നെ ആ നാട്ടിൽ ഏത് തിന്മയും സംഭവിക്കും എന്നർത്ഥം. അവർക്ക് തോന്നിയതുപോലെ അവർ ജീവിച്ചു. അവർക്ക് തോന്നിയതുപോലെ അവർ ഞാൻ പറയുന്നു അവർ തീർച്ചയായും അവർ വലിയ നാശനഷ്ടത്തെ നേരിടേണ്ടി വരും എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു അസന്നിഗ്ധമായ ഒരു വാഗ്ദാനം നമ്മളോട് ഭയപ്പെടുത്തുകയാണ്. അവർ വലിയ നാശനഷ്ടത്തെ നേരിടും. പക്ഷേ നാശനഷ്ടങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്നാണ് സൗഫ എന്ന് പറഞ്ഞാൽ. നിസ്കാരം ഒഴിവാക്കി അന്ന് തന്നെ അതാ പറഞ്ഞല്ല ഒഴിവാക്കിക്കോ, അനക്ക് വരാനിരിക്കുന്ന ഭവിഷ്യത്ത് അത് വലിയ ഭവിഷ്യത്തായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. പക്ഷെ സൊല്യൂഷൻ ഉണ്ട്. ഖുർആൻ എന്ത് പറഞ്ഞാലും അവരുടെ പരിഹാരം പറഞ്ഞ അവസാനിപ്പിക്കുന്നു. ഇല്ലാ മൻ താബ, തൗബ ചെയ്താൽ നിന്റെ അടുത്ത് തെറ്റ് പറ്റി ആ തെറ്റിൽ നിന്ന് നീ തൗബ ചെയ്ത് മടങ്ങിയോ, നിനക്ക് തെറ്റ് ചെയ്യാത്തവന്റെ പവിത്രതയും പദവിയും നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശാലമായ കരുണ കൊണ്ട് അല്ലാഹു പറയുകയാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വലിപ്പം മനസ്സിലാക്കേണ്ടത്. വീഴ്ച പറ്റും, പക്ഷെ തൗബ ചെയ്ത് മടങ്ങണം. വിശ്വസിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ജീവിക്കുക. അവർ സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്യും. ഒരു കാര്യത്തിലും അവർക്ക് ഞാൻ കുറവ് വരുത്തില്ല, ആക്രമിക്കില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ്. ഒരു കാര്യം കൊണ്ടും അവർ ആക്രമിക്കില്ല എന്ന് പറഞ്ഞാൽ
അവർ തൗബ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന തെറ്റുകളെ കൊണ്ടൊന്നും പിന്നെ അവിടെ വെച്ച് ശിക്ഷിക്കാനൊന്നും പറ്റൂല. ആ തൗബ സ്വീകരിച്ചാൽ മതി. തൗബ അപ്പോ നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ അപകടങ്ങളെയൊക്കെ തൗബ എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. പക്ഷെ തൗബക്ക് ഒരു പ്രത്യേകത, അതെന്താ അതൊന്നും പറയണ്ടേ. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ പിന്നെ ഇതൊരു കോമാളിത്തരാവും. മറ്റേ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കുമ്പസരിക്കണ അതല്ലത്. അത് ആ കുമ്പസാരല്ലേ നമ്മളെ തൗബ പറഞ്ഞാല്. നമ്മളെ തൗബ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ദൃഢനിശ്ചയം വേണം. അത് വലിയ സാധന. ഈ ദൃഢനിശ്ചയം എന്ന് പറഞ്ഞാൽ വലിയ സാധന. എന്താ? ഒരുത്തങ്ങനെ തൗബ ചെയ്യാണ്. എന്ത്? തൽക്കാലപ്പണ വൃത്തിയാക്കുക, നാളെ വിട്ട അപ്പളല്ലേ, അത് അപ്പ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അടിക്കാം. അതിന് തൗബ അറിയില്ല. അതിന് തൗബ എന്ന് പറയില്ല. തൗബ എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം എന്നാ പറഞ്ഞത്. കേവലം കരുതലല്ല, ദൃഢനിശ്ചയം. അതായത് ഒരിക്കലും ഞാനത് ചെയ്യൂല എന്നുള്ള ഉറപ്പിന്റെ ഉറപ്പ് കൊടുക്കണം. അത് ആവർത്തിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അതാണ് തൗബ. ഈ തൗബ അദ്ദേഹം പറഞ്ഞു ഖുർആൻ എന്ത് സാധനം മുന്നിൽ വെച്ചോ അതൊന്ന് ചെയ്തു നോക്കി, കുറച്ച് പണിട്ടോ, അത് ലേശം കഴിയാം. അപ്പൊ തൗബ ചെയ്തോ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ കേൾക്കുമ്പോ തോന്നാ മതി. തൗബ എന്ന് പറഞ്ഞാ കുട്ടികൾ മറ്റേ ഗൂഗിൾ അടിച്ചു നോക്കിയപ്പോ ഖേദിച്ചു മടങ്ങുന്നത് കണ്ടു. വളരെ എളുപ്പമുള്ള പരിപാടി. ഖേദിച്ചു മടങ്ങിയാൽ പോലെ. അങ്ങനെ ഖേദിച്ചു മടങ്ങാൻ അതിന്റെ വാക്കർത്ത അത് ഇങ്ങനെയാണ് ഖേദിച്ചു മടങ്ങുന്നത്. എന്ത് അവിടെ ഇങ്ങനെ വരെ പറയുന്നത്, ഒരാൾ നരകത്തെ പേടിച്ച് ഖേദിച്ചാൽ പറ്റില്ല. നരകത്തെ പേടിച്ച് ഖേദിച്ചു വിചാരിക്കാം. അപ്പോഴും അത് യഥാർത്ഥ ഖേദമല്ല. യഥാർത്ഥ ഖേദം വേണം. ഞാൻ ഉടമനെ ലംഘിച്ചല്ലോ, അതിനുള്ള ഖേദം വേണം. ഈ ഖേദം ഒരാൾക്ക് വരണമെങ്കിൽ ഈമാനാണ് കാരണം. ഈമാനാണ് കയറിയാലേ ഈ ഖേദത്തിന്റെ മർത്തബയ്ക്കെത്തുള്ളൂ. അങ്ങനത്തെ ഖേദത്തിന്റെ മർത്തബയിൽ നിന്ന് ഒരാൾ ഈ പറഞ്ഞമാതിരി ചെയ്ത ഓമിനെ മടങ്ങൂല. കാരണം അത്രമാത്രം മനസ്സ് വ്രണപ്പെട്ടില്ലേ. അങ്ങനെ മനസ്സ് വ്രണപ്പെട്ടുകൊണ്ട് അവൻ എടുക്കുന്ന സുനിശ്ചിതമായ തീരുമാനത്തെ കുറിച്ച് തൗബ എന്ന് പറഞ്ഞത്. അത് വല്ലാത്തൊരു പവറുള്ള ഒരു മനസ്സ് അവനക്ക് ഉണ്ടായിരിക്കണം. അപ്പോഴേ നടക്കുള്ളൂ. അങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയലും എന്തില്ല, തെറ്റില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചെറുതായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه الحمد لله رب العالمين اللهم صل على سيدنا محمد
സയ്യിദനാ മുഹമ്മദ് റഹീമീനായ തമ്പുരാനെ ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആനിലെ വചനങ്ങൾ ഞങ്ങൾ പറഞ്ഞതായ അംബിയാക്കൾ സ്വാലിഹീങ്ങൾ റഹ്മാനെ അവരുടെ മദ്ഹുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ റഹ്മാനെ മഹത്തായ മജ്ലിസിൽ ഞങ്ങൾ പങ്കെടുത്തു നീ സ്വീകരിക്കണം റഹ്മാനെ റഹ്മാൻ റഹീമായ തമ്പുരാനെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണം റഹ്മാനെ എല്ലാ ആപത്തും മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കണം റഹ്മാനെ ബന്ധപ്പെട്ടവരെ കാത്തുരക്ഷിക്കണം റഹ്മാനെ റഹ്മാൻ റഹീമുമായ തമ്പുരാനെ ശാരീരികമായ മാനസികമായ സൗഖ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ സാമ്പത്തികമായ ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തുരക്ഷിക്കണം റഹ്മാനെ നിന്റെ ഹലാൽ കൊണ്ട് ഗുണ നൽകണം റഹ്മാനെ ഹലാൽ കൊണ്ട് ഗുണ നൽകണം റഹ്മാനെ റഹ്മാൻ റഹീമുമായ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ ഞങ്ങളുടെ പരമ്പര സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ റഹ്മാനെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സുഖലോക ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണം റഹ്മാനെ ഞങ്ങളിൽ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണം റഹ്മാനെ ശിഷ്യായി മഖ്ബറയിൽ അന്വേഷണം കൊണ്ട് കടക്കുന്നവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണം റഹ്മാനെ മർഹമത്ത് ചെയ്യണം റഹ്മാനെ താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ അകപ്പെടുത്തല്ല റഹ്മാനെ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണം റഹ്മാനെ സ്വീകരിക്കപ്പെടുന്ന തൗബ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗ്ഗം കണ്ട് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ ഞങ്ങളെ നീ ചേർക്കണം റഹ്മാനെ റഹ്മാൻ റഹീമുമായ തമ്പുരാനെ കുടുംബത്തിലും നാട്ടിലും ഒക്കെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ രാജ്യത്തും സമാധാനം പ്രദാനം ചെയ്യണം റഹ്മാനെ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണം റഹ്മാനെ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണം റഹ്മാനെ എല്ലാ അക്രമകാരികളെ നിങ്ങൾ കാത്തുരക്ഷിക്കണം റഹ്മാനെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വസല്ലി അലൈഹി വസല്ലം